നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റാരോപിതരായ അധ്യാപക ഡോക്ടർമാരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി 25-ന്. കേസ് പരിഗണിക്കുന്നത് അഡീഷണൽ ജില്ലാ കോടതി. കണ്ണൂരിൽ സൂര്യാഘാതമേറ്റ് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് കണ്ണൂർ പള്ളിപ്പൊയിൽ സ്വദേശി MV സനൽകുമാർ. മൊകേരി പാത്തിപ്പാലം പുഴയിൽ 2 പരുന്തുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി. വിദഗ്ധ പരിശോധന ആവശ്യപ്പെട്ട് നാട്ടുകാർ. കടവത്തൂർ ടൗണിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന CPM നിയന്ത്രണത്തിലുള്ള ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് UDF പ്രക്ഷോഭത്തിലേക്ക്. UDF കടവത്തൂർ മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ PWD ഓഫീസിന് മുന്നിൽ ധർണ. വാർത്തകൾ വിശദമായി. നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റാരോപിതരായ അധ്യാപക ഡോക്ടർമാരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ 25-ന് കോടതി വിധി പറയും. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റാരോപിതരായ ഡെന്റൽ കോളേജ് പാത്തോളജി വിഭാഗം മുൻ തലവൻ ഡോക്ടർ MK റാം, ഓറൽ പാത്തോളജി വിഭാഗം അസോസിയേറ്റഡ് പ്രൊഫസർ ഡോക്ടർ KT സംഗീത നമ്പ്യാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജ് J. വിമൽ മുമ്പാകെ പരിഗണിച്ചത്. പ്രമാദമായ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് K. അജിത് കുമാറാണ് ഹാജരായത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ കുറ്റാരോപിതരായ ഡോക്ടർമാർ മുൻകൂർ ജാമ്യത്തിന് അർഹരല്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. താൻ കർണാടകയിലെ ബജേന്ദ്ര വിഭാഗത്തിൽപ്പെട്ടയാളാണെന്നും അതിനാൽ പ്രസ്തുത വിഭാഗത്തിൽപ്പെട്ട നിതിൻ രാജിന് ജാതി അധിക്ഷേപം നടത്തിയെന്ന കുറ്റം നിലനിൽക്കില്ലെന്നുമായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ കേസിലെ 1ാം പ്രതിസ്ഥാനത്തുള്ള MK റാം ബോധിപ്പിച്ചത്. എന്നാൽ ബജേന്ദ്ര സമുദായം പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ടതല്ലെന്നും OBC വിഭാഗത്തിലുള്ളതാണെന്നുമുള്ള തെളിവുകൾ സംസ്ഥാന അധികാരികളിൽ നിന്നും ലഭിച്ച സർട്ടിഫിക്കറ്റുകളിലൂടെ പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചു. ജാമ്യ ഹർജിയിൽ 1ാം പ്രതിയുടെ വാദം താൻ കർണാടകയിലുള്ള ബജേന്ദ്രി എന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ട ആളാണെന്നും അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നുമായിരുന്നു ഹർജിയിൽ പറഞ്ഞത്. ഞങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയപ്പോൾ ബജേന്ദ്രി എന്ന ജാതി അത് SC അല്ല എന്നും അത് OBC ഗ്രൂപ്പിലാണെന്നും അദ്ദേഹത്തിൻ്റെ വാദം ശരിയല്ല എന്നും നമുക്ക് സമർത്ഥിക്കാൻ കോടതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. രേഖാമൂലം തന്നെ അത് സമർപ്പിച്ചിട്ടുണ്ട്. നിതിൻ രാജ് മരണപ്പെട്ട ദിവസം സ്റ്റാഫ് റൂമിലും പ്രിൻസിപ്പലിൻ്റെ മുറിയിലും നടന്ന സംഭവങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ എത്തിച്ചായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തത്. ഇത് സമർത്ഥിക്കാനായി 2 ഓഫീസുകളിലെയും തത്സമയ CCTV ദൃശ്യങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ 10-ന് ഉച്ചയ്ക്ക് 1:38-ന് കോളേജ് കെട്ടിടത്തിന് താഴെ വീണ് കിടക്കുന്ന നിലയിൽ കാണപ്പെട്ട നിതിൻ രാജിനെ ആശുപത്രി കാഷ്വാലിറ്റിയിൽ എത്തിച്ചപ്പോൾ അവിടെ എത്തിയ 1ാം പ്രതി റാം നിതിൻ രാജ് ഇത് ചെയ്തത് സിമ്പതി കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞതും സാക്ഷിമൊഴിയിലൂടെ പ്രോസിക്യൂഷൻ സമർത്ഥിച്ചു. മാർച്ച് 13-ന് മുതൽ ഇങ്ങോട്ട് ഈ അധ്യാപകന്റെ ക്രൂരമായ പെരുമാറ്റം, ഈ കുട്ടി പട്ടിക ജാതിയിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പലപ്പോഴും പരസ്യമായി ക്ലാസ്സിലും സ്റ്റാഫ് റൂമിലും വെച്ച് ഹറാസ് ചെയ്ത ഈ അധ്യാപകൻ സംഭവ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ പ്രതിഭാഗം പറയുന്നു, അന്ന് അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ നമ്മുടെ പ്രിൻസിപ്പാളിൻ്റെയും അതുപോലെ തൊട്ടടുത്ത സ്റ്റാഫ് റൂമിലെയും CCTV വിഷ്വൽസ് എടുത്തിട്ട് കോടതിയിൽ ഞങ്ങൾ ഹാജരാക്കിയിരിക്കുകയാണ്. കൃത്യമായി 12:30-ക്ക് ശേഷം 2 മണിയോളം ഈ അധ്യാപകൻ റാം എന്ന് പറയുന്ന 1ാം പ്രതിയായ റാം എന്ന് പറയുന്ന അധ്യാപകൻ അവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും കുട്ടിയും അധ്യാപകനും സ്റ്റാഫ് റൂമിൽ ഒന്നിച്ചുണ്ടായിരുന്നു. ഇടയ്ക്കിടെ പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ എന്താണ് സംഭവിക്കുന്നത് ആകാംക്ഷയോടെ നോക്കിയിരുന്നു. ഒരു HOD ആയിട്ട് സ്വന്തമായിട്ട് ക്യാബിനുള്ള ചേംബറുള്ള ഒരു അധ്യാപകൻ 1.5 മണിക്കൂറിലധികം എന്തിനവിടെ സ്റ്റാഫ് റൂമിൽ വന്നു എന്നുള്ള ചോദ്യം ആദ്യം തന്നെ ഉയർത്തുകയാണ്. രണ്ടാമത് ഈ ടീച്ചർ ഈ പരാതി പ്രിൻസിപ്പളോട് ഈ ആപ്പിനെ പറ്റി പറഞ്ഞതിന് ശേഷം ടീച്ചർ വന്ന് പരസ്പരം കൈകൊടുത്ത് അഭിനന്ദിക്കുന്നതായിട്ട് വീഡിയോസിൽ കാണുന്നുണ്ട്, കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിന് പുറമെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം പരാതി എഴുതിയതിന് ശേഷം ഈ പരാതി സൈബർ സെല്ലിൽ കൊടുക്കാൻ ഞാൻ സഹായിക്കാമെന്ന് ഈ റാം എന്ന ഡോക്ടർ ഭാഗ്യലക്ഷ്മി അവർ ഒരു ഭാഗ്യശ്രീ എന്ന് പറയുന്ന
അധ്യാപികയോട് പറയുന്ന ഒരു രംഗം അധ്യാപിക മൊഴി കൊടുത്തിട്ടുണ്ട്. പല വിദ്യാർത്ഥികളും ഇദ്ദേഹത്തിന്റെ പീഡനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ക്ലാസ്സിൽ എന്താണോ നടത്തിയതെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഓഡിയോ ക്ലിപ്പും വാട്സപ്പ് മെസ്സേജുകളും സഹോദരിമാർക്കും അച്ഛനും കൊടുത്തായിട്ട് അവരുടെ മൊഴിയിലുണ്ട്. എല്ലാറ്റിനും പുറമെ കുട്ടി 1:38 കോളേജ് ക്യാമ്പസിൽ വെച്ച് വീണ് കിടക്കുന്ന കണ്ടതിന് ശേഷം കാഷ്വാലിറ്റിയിൽ എത്തിയപ്പോൾ ഈ അധ്യാപകൻ അവിടെ വന്നപ്പോൾ അസഭ്യമായ സഭ്യേതരമല്ലാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടി ഒരു സിമ്പതിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പോലും വളരെ മോശമായ രീതിയിൽ പറഞ്ഞതായിട്ട്, അത് കേട്ടതായിട്ട് ഈ നിതിൻ രാജിന്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി പറഞ്ഞിട്ട് മറ്റൊരു കുട്ടിയും കേട്ടതായി മൊഴി കൊടുത്തിട്ടുണ്ട്. സംഭവ ദിവസം താൻ അവിടെ ഇല്ലായിരുന്നു എന്ന ഒന്നാം പ്രതിയുടെ വാദവും തെറ്റാണെന്ന് CCTV ദൃശ്യങ്ങൾ മുൻനിർത്തി പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തെപ്പറ്റി പ്രിൻസിപ്പലിന്റെ ചേംബറിൽ നിതിൻ രാജിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള സ്റ്റാഫ് റൂമിൽ ഡോക്ടർ റാം ഉണ്ടായിരുന്നു. പ്രിൻസിപ്പലിന്റെ മുറിയിൽ എന്താണ് നടക്കുന്നതെന്നറിയാനുള്ള ഉത്കണ്ഠയിൽ ഇടയ്ക്കിടെ ഡോക്ടർ റാം സ്റ്റാഫ് റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന് ശ്രദ്ധിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ സമർത്ഥിച്ചു. നിതിൻ രാജുമായി ബന്ധപ്പെട്ട ലോൺ വിഷയത്തിൽ ഭാഗവാക്കായ അധ്യാപിക പ്രിൻസിപ്പലിന് പരാതി നൽകി വരുമ്പോൾ ഇദ്ദേഹം ടീച്ചറുടെ കൈപിടിച്ചു കുലുക്കി അഭിനന്ദിക്കുന്നതും സൈബർ സെല്ലിന് പരാതി നൽകാൻ ഞാൻ സഹായിക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു. വേസ്റ്റ് ഡോഗ് എന്നാണ് നിതിൻ രാജിനെ ഡോക്ടർ റാം വിശേഷിപ്പിച്ചിരുന്നതെന്ന് സഹപാഠികളായ വിദ്യാർത്ഥികളുടെ മൊഴിയിലുമുണ്ട്. ഡോക്ടർ റാമിൻ്റെ ക്രൂരമായ പെരുമാറ്റവും അവഹേളനവുമാണ് നിതിൻ രാജിനെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. നിതിൻ രാജിൻ്റെ പിതാവ് LY രാജും സഹോദരി ഭർത്താവ് MS അശോകനും കോടതിയിലെത്തിയിരുന്നു. മരണം ആസൂത്രിതമായ കൊലപാതകമാണെന്നും കോളേജ് അധികൃതരാണ് ഉത്തരവാദികളെന്നും നിതിൻ രാജിൻ്റെ കുടുംബം ഏർപ്പെടുത്തിയ വക്കീൽ പറഞ്ഞു. ബന്ധുക്കൾക്ക് വേണ്ടി വിനോദ് രാഘവനും പ്രതിഭാഗത്തിനു വേണ്ടി V ജയകൃഷ്ണനുമാണ് ഹാജരാകുന്നത്. രണ്ടുപേർക്കും ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് കുടുംബത്തിന് വേണ്ടി നമ്മൾ ഹാജരായി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒന്നാം പ്രതിയായിരുന്ന ഡോക്ടർ റാം ഒരു സർട്ടിഫിക്കറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി ഞാൻ ഷെഡ്യൂൾഡ് ട്രൈബാണ് എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ആദ്യമായി എതിർത്ത കാര്യം. അതായത് അദ്ദേഹം ട്രൈബ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി SC/ST ആക്ടുകളിൽ നിന്ന് അയാൾ രക്ഷപ്പെടും. അത് ഒഴിവാക്കുന്നതിനായിട്ട് അദ്ദേഹം ഈ വിജേന്ദ്രിയ എന്ന കമ്മ്യൂണിറ്റി SCയിൽ പെടുന്നതല്ല. അതുപോലെ തന്നെ കർണാടകയിലുള്ള SC കമ്മ്യൂണിറ്റികൾ, ഇവരുടെ മൊത്തം ലിസ്റ്റും നമ്മൾ കോടതി മുമ്പാകെ ഹാജരാക്കിയതോടുകൂടി അവർ ആ വാദത്തിൽ നിന്ന് പിന്മാറുകയാണ്. പിന്നീട് ഇതൊരു ആത്മഹത്യാ നോട്ടില്ലാത്ത കേസായതിനാൽ ഇത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് കൂടി പ്രൂവ് ചെയ്യട്ടെ. 13-ാം തീയതി ഈ കുട്ടി പിന്നെ എന്നെ ഹരാസ് ചെയ്യുന്ന 2 പേരാണ്. ആ 2 പേരുടെ ഫോട്ടോ ഈ സഹോദരിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായി ഈ നമ്പറിൽ ഇത്ര മണി സമയത്ത്, അതായത് രാത്രി 10:25-നും 26-നുമാണ് അയച്ചു കൊടുക്കുന്നത്. അത് കൃത്യമായി ഫോട്ടോ 2 പേരുടേത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പിറ്റേ ദിവസം സഹോദരി ചോദിക്കുന്നുണ്ട്, നിന്റെ പരാതി എന്തായി? അപ്പോൾ പരാതി ഞാൻ പ്രിൻസിപ്പാളിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും 2 പേർക്കും ഇതിൽ തുടർച്ചയായ പങ്ക് ഈ വ്യക്തമായും അവർക്ക് ഇതിൽ കൃത്യത്തിൽ പങ്കുള്ളതാണ്. കണ്ണൂരിൽ സൂര്യാഘാതമേറ്റ് യുവാവിന് ദാരുണാന്ത്യം. കണ്ണൂർ പള്ളിപ്പൊയിൽ സ്വദേശി MV സനൽകുമാറാണ് മരിച്ചത്. 37 വയസ്സ് മാത്രമാണ് പ്രായം. പള്ളിപ്പൊയിലിൽ കിണർ കുഴിക്കുന്ന ജോലിക്കിടെയാണ് സൂര്യാഘാതമേറ്റത്. ജോലിക്കിടെ കഴിഞ്ഞ ദിവസമാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെ മരണപ്പെടുകയായിരുന്നു. സൂര്യാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാരും വ്യക്തമാക്കി. മൊകേരി പാത്തിപ്പാലം പുഴയിൽ 2 പരുന്തുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി. സംസ്ഥാനത്ത് പലയിടങ്ങളിലും പക്ഷിപ്പനി ഭീതി നിലനിൽക്കെയാണ് പരുന്തുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ വിദഗ്ധ പരിശോധന ആവശ്യപ്പെട്ടിരിക്കുകയാണ് നാട്ടുകാർ. മൊകേരി പാത്തിപ്പാലം പുഴയിൽ 2 പരുന്തുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയ സംഭവം പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തി. വ്യാഴാഴ്ച ഉച്ചയോടെ പുഴക്കരയിൽ പരുന്തുകളുടെയും കാക്കകളുടെയും കൂട്ടത്തോടെയുള്ള കരച്ചിൽ കേട്ടെത്തിയവരാണ് ഒരു പരുന്തിനെ ചത്ത നിലയിലും മറ്റൊന്നിനെ ചാകാറായ നിലയിലും കണ്ടത്. ഇത് പിന്നീട് ചത്തു. മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. സ്വാഭാവിക മരണമാണോ, വിഷബാധയാണോ, അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളാണോ എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്.
സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ ബന്ധപ്പെട്ട വകുപ്പുകളുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പക്ഷിപ്പനി ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തി യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആരോഗ്യവകുപ്പും വനംവകുപ്പും ചേർന്ന് പരിശോധന നടത്തി ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യമുയർന്നു. കടവത്തൂർ ടൗണിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന CPM നിയന്ത്രണത്തിലുള്ള ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് UDF പ്രക്ഷോഭത്തിലേക്ക്. പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ UDF കടവത്തൂർ മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ PWD ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ കാട്ടൂർ മഹമ്മൂദ് ഉദ്ഘാടനം ചെയ്തു. കടവത്തൂരിലെയും പരിസരദേശത്തെയും പൊതുജനങ്ങൾ ഒന്നടങ്കം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇവിടെ നേരത്തെ പാലേരി സൂചിപ്പിച്ചതുപോലെ CPMന്റെ ഒരു ബസ് ഷെൽട്ടർ പൊളിച്ചു മാറ്റുക എന്നതല്ല ഞങ്ങളുടെ താല്പര്യം. മറിച്ച് ഞങ്ങളുടെ നാട്ടിലെ സുഗമമായ യാത്രാ സൗകര്യം അത് ഉറപ്പുവരുത്തുക. ഒപ്പം തന്നെ പൊതുജനങ്ങൾക്ക് മാത്രമല്ല അവിടെയുള്ള കച്ചവടക്കാർ, നമുക്കറിയാം വർഷകാലമാകുമ്പോൾ കച്ചവടക്കാരൊക്കെ വല്ലാതെ ഭീതിയിലാണ്. വെള്ളക്കെട്ട് ഉയർന്നു വന്ന് വെള്ളം കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനൊക്കെ ഒരു അറുതി വരുത്താൻ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ വരുന്നത്. അപ്പം അതിന് മാർഗതടസ്സം സൃഷ്ടിക്കുന്ന ഒരു ബഹുജന പ്രസ്ഥാനം എന്നൊക്കെ നമ്മൾ പറയുന്ന DYFI പോലുള്ള ഒരു സംഘടന ഇത് ചെയ്യുന്നത് ഒട്ടും ഭൂഷണമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു വിഭാഗം എന്ന നിലയിൽ ഐക്യജനാധിപത്യ മുന്നണി നേരത്തെ അധ്യക്ഷനോട് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ അവസാനം വരെ ഇത് പൊളിച്ചു മാറ്റി കടവത്തൂരിലെ യാത്രാ സൗകര്യം പുനഃസ്ഥാപിക്കുന്നത് വരെ, സൗകര്യപ്രദമാക്കുന്നത് വരെ ഐക്യജനാധിപത്യ മുന്നണി സമരരംഗത്ത് നിന്ന് പിന്മാറില്ല എന്നുകൂടി ഉദ്യോഗസ്ഥരെ ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കുകയാണ്. അബ്ദുള്ള പാലേരി അധ്യക്ഷനായി. വി സുരേന്ദ്രൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. PWD എഞ്ചിനീയറെ, നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങൾ നീങ്ങുന്നത് കോടതിക്കെതിരാണ്. ആ ഷെൽട്ടർ കെട്ടിയ ആളുകളും കോടതിക്കെതിരാണ്. പക്ഷേ ഇടക്കാലത്തായി ഉത്തരവിൽ പറഞ്ഞു കെട്ടിപ്പോയത് അവിടെ തൽക്കാലം നിൽക്കട്ടെ, ആവശ്യം വരുമ്പോൾ പൊളിച്ചു മാറ്റാം. അതാണ് കോടതി പറയുന്നത്. ആവശ്യം വരുമ്പോൾ പൊളിച്ചു മാറ്റാം. ആരാ നമ്മൾ പൊളിച്ചു മാറ്റാനോ? നമുക്കതിന് നേരമില്ല, കയ്യേയില്ല, അതിൻ്റെ ആവശ്യവുമില്ല. PWD അല്ലേ റോഡ് ശരിയാക്കേണ്ടത്? അവരല്ലേ അതിന് എസ്റ്റിമേറ്റ് ചെയ്ത്? കോടിക്കണക്കിന് രൂപയാണ് അതിനു വേണ്ടി ചെലവഴിക്കുന്നത്. ആരുടെ പണം? ഗവൺമെന്റിന്റെ പണം എന്ന് പറയുമ്പോൾ നമ്മുടെ പണം, ജനങ്ങളുടെ പണം, നമ്മൾ കൊടുക്കുന്ന നികുതി. ആ നികുതി കൊടുക്കുന്നതിന്റെ കാരണം എന്താ? നമുക്ക് സുഖമായ ഒരു വാഹനത്തിൽ പോകണം. ഇവിടെ നിന്ന് പാനൂരിൽ നിന്ന് തിരിച്ച് മുണ്ടത്തോടിന്റെ ഭാഗത്തേക്ക് ഒന്ന് തിരിയാൻ കഴിയുന്നുണ്ടോ? ഷാവുൽ ഹമീദ്, CN പവിത്രൻ, നാസർ പുത്തലത്ത്, നെല്ലൂർ ഇസ്മായിൽ, ജരീദ അഴകത്ത്, VK ആരിഫ, VK തങ്കമണി, മുനീറ സുഹൈർ എന്നിവർ സംസാരിച്ചു. സജീവൻ ഇടവലത്ത് സ്വാഗതം പറഞ്ഞു. തലശ്ശേരി നഗരത്തിൽ ഭീതി വിതച്ച് പരക്കം പാഞ്ഞ അക്രമകാരികളായ തെരുവു നായ്ക്കളെ പിടികൂടാൻ ശ്രമം തുടങ്ങി. നഗരസഭ ഏർപ്പെടുത്തിയ പട്ടിപിടുത്തക്കാരാണ് വലയെറിഞ്ഞ് നായകളെ പിടികൂടിയത്. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ സ്റ്റാൻഡ്, ചാലിൽ, ബത്തേരി വളപ്പ്, ഇന്ദിരാ പാർക്ക്, കടൽപ്പാലം, മാർക്കറ്റ് റോഡ്, പാണ്ഡികശാല പരിസരം എന്നിവിടങ്ങളിൽ തെരുവുനായകളുടെ വിഹാര കേന്ദ്രങ്ങളായി മാറിയതോടെയാണ് നഗരസഭ നടപടിയുമായി രംഗത്തെത്തിയത്. വ്യാഴാഴ്ച രാവിലെ കണ്ണൂരിൽ നിന്നെത്തിയ ആനിമൽ ബർത്ത് കൺട്രോൾ വിഭാഗത്തിലെ പട്ടിപിടുത്തക്കാർ സ്ഥലത്തെത്തി ഏതാനും തെരുവുനായകളെ പിന്തുടർന്ന് പിടികൂടി. വ്യാഴാഴ്ച രാവിലെ പ്രത്യേക വാഹനത്തിൽ വലയും കൂടുമായി എത്തിയ പട്ടിപിടുത്തക്കാരെ കണ്ട ഉടനെ നായകൾ പലതും ഉൾവലിഞ്ഞിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് 3 എണ്ണം പിടിയിലായത്. വരും ദിവസങ്ങളിലും നായപിടുത്തം തുടരും. തലശ്ശേരിയിൽ പാട്യം ഗോപാലൻ റോഡിലെ കുണ്ടും കുഴികളും നികത്തി ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC റോഡിൽ വാഴ നട്ട് കുത്തിയിരിപ്പ് സമരം നടത്തി. തലശ്ശേരി നഗരമധ്യത്തിലെ പാട്യം ഗോപാലൻ റോഡിലെ കുണ്ടുകളും കുഴികളും നികത്തി ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ട് കുത്തിയിരിപ്പ് നടത്തിയത്. INTUC സംസ്ഥാന സെക്രട്ടറി P. ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളുടെ ഭരണാധികാരികളുടെ വെടിപ്പുകേടിൻ്റെ, കഴിവുകേടിൻ്റെ, അഴിമതിയുടെ മതിയായ പരമാർത്ഥമാണ് പല ഘട്ടങ്ങളിലായി
യൂണിയന്റെ നേതാക്കൾ എൻ കെ രാജീവ് അധ്യക്ഷത വഹിച്ചു. എൻ അജിത് കുമാർ, ഉച്ചമ്പള്ളി രാഗേഷ്, പി കെ വത്സരാജ്, എൻ പി റഹീം, വി കെ ദിലീപ് കുമാർ, എൻ പ്രജേഷ് എന്നിവർ നേതൃത്വം നൽകി. കരിയാട്ടെ യുവകർഷകനായ സുരേഷ് ബാബുവും കുടുംബവും നടത്തിയ തണ്ണീർമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ആഘോഷമാക്കി നാട്ടുകാർ. തണ്ണീർമത്തൻ വിളവെടുപ്പ് കാണാനും മായമില്ലാത്ത തണ്ണീർമത്തൻ വാങ്ങാനും വന്ന പ്രദേശവാസികളുടെ നീണ്ട നിര ശ്രദ്ധേയമായി. 2 മാസം മുൻപ് വിത്തിട്ട നാടൻ തണ്ണീർമത്തൻ കിരൺ എന്നിവയാണ് വിളവെടുത്തത്. വാർഡ് കൗൺസിലർ തൃപ്തി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വളർന്നു വരുന്ന ഒരു യുവ കർഷകനായ സുരേഷ് ബാബുവേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആളിവിടെ എത്തിച്ചേർന്നത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ 2 മാസത്തെ ഏകദേശം 60 ദിവസത്തോളം ഉള്ള കാത്തിരിപ്പാണ് സുരേഷ് ബാബുവേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും അതുപോലെ ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാരുടെയൊക്കെ ഒരു കാത്തിരിപ്പാണ് ഇന്നിവിടെ നമുക്ക് സഫലീകരിക്കാൻ കഴിയുന്നത്. എന്തായാലും വിഷരഹിതമായിട്ടുള്ള തണ്ണിമത്തൻ ഇവിടെ വിളവെടുക്കുമ്പോൾ അതിനോടൊപ്പം സന്തോഷിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ചെത്തി. കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരികയും പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വിൽപ്പന കൂടി നടക്കുമ്പോഴാണ് ഈ ഒരു ഇത് പൂർത്തിയാവുന്നത്. അപ്പോൾ അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. ഇനിയും ഇത് നല്ലൊരു രീതിയിലാണ്, പുതിയൊരു ഹൈടെക് ആയിട്ടുള്ള രീതിയിലാണ് സുരേഷ് ഏട്ടൻ ഇത് നടത്തിയിട്ടുള്ളത്. കൃഷി ഓഫീസർ ഫൗസിയ അധ്യക്ഷത വഹിച്ചു. CM ബാബു സ്വാഗതം പറഞ്ഞു. കർഷകനായ സുരേഷ് ബാബു ചടങ്ങിന് നന്ദി പറഞ്ഞു. മുമ്പ് സുരേഷ് ബാബുവും സുഹൃത്തുക്കളും വാഴക്കൃഷി നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ലിനെതിരെ കോൺഗ്രസും ഇടത് പ്രതിപക്ഷ പാർട്ടികളും സ്വീകരിച്ച നിലപാടിനെതിരെ BJP മാഹി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. പൊതുയോഗം സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂരിനെ എതിർത്തവർ തന്നെയാണ് വനിതാ ബില്ലിനെയും എതിർക്കുന്നത്. രാജ്യത്തിന്റെ വികാരത്തിനെതിരായി നിൽക്കുന്ന കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ജനങ്ങൾ ഒരിക്കലും മാപ്പ് നൽകില്ലെന്നും സജീവൻ പറഞ്ഞു. വനിതാ ബില്ലിനെ പരാജയപ്പെടുത്തിയതിലൊന്നും ഒരു അത്ഭുതവുമില്ല. കാരണം പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തു, നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ചതാരാണോ അവർക്കെതിരായിട്ട് അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ രാജ്യം നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിൽ ആരാണോ ആക്രമണം നടത്തിയത് അവരുടെ മടയിൽ പോയി, അവരുടെ രാജ്യത്ത് പോയി അതിന് തിരിച്ചടി നൽകിയത് നമുക്ക് ഓർമ്മയുണ്ട്. ആ തിരിച്ചടിക്ക് ആ ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തവരാണ് ഇന്ത്യ രാജ്യത്തെ നാടൻകെട്ട പ്രതിപക്ഷം എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ വികാരത്തിനെതിരായി നിൽക്കുന്ന ആ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഈ രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും മാപ്പ് നൽകില്ല എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. വൈകിട്ട് ചെമ്പ്ര റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഇരട്ടപ്പിലാക്കുഴി ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പ്രവീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പോണ്ടിച്ചേരി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ദിനേശൻ അങ്കവളപ്പിൽ, മഹിളാ മോർച്ച പ്രസിഡന്റ് KP രജിത, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അർച്ചന അശോക് എന്നിവർ സംസാരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി മഗ്നേഷ് മഠത്തിൽ സ്വാഗതവും യുവമോർച്ച വൈസ് പ്രസിഡന്റ് VK അശ്വതി നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി.
അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707, 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K. രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 813806-188, 965-681-3834, 859031-2944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry.
ലുലു ഗോൾഡ്, തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. പാനൂർ മണ്ഡലം BJP മഹിളകളുടെ നേതൃത്വത്തിൽ പൽഗാമിൽ മരണപ്പെട്ടവർക്ക് ദീപം തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. CP സംഗീത, അശ്വതി മോഹൻ, സിന്ധു, ഷീബ എന്നിവർ നേതൃത്വം നൽകി. പൽഗാമിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് പാനൂർ മണ്ഡലം BJP മഹിളകളുടെ നേതൃത്വത്തിൽ ദീപം തെളിയിച്ചത്. ചെണ്ടയാട് നീളാമംഗളപുരം ക്ഷേത്ര പരിസരത്താണ് ദീപപ്രജ്വലനം നടത്തിയത്. CP സംഗീത, അശ്വതി മോഹൻ, സിന്ധു, ഷീബ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നമ്മളിന്ന് ഈ മെഴുകുതിരി കത്തിച്ച് അവരുടെ ആത്മാവിന് നിത്യശാന്തി പകരുന്നു. ലോക പുസ്തക ദിനാചരണം തലശ്ശേരി താലൂക്ക് ആസാദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. വില്യം ഷേക്സ്പിയറുടെ ജീവിതവും എഴുത്തും എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിക്കൊണ്ട് ചരിത്രകാരൻ ഡോക്ടർ A. വത്സലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിഗ്രി പഠിക്കുന്ന കാലത്ത് നമുക്കറിയാം, നിർബന്ധമായും ഒരു ഷേക്സ്പിയർ ഡ്രാമ പഠിച്ചിരിക്കണം. ഞാൻ പഠിച്ചത് മാക്ബത്താണ്. ഓരോ കാലത്തും ഓരോമാരും ഒതല്ലോ, ഹാംലെറ്റ് ഉണ്ടാവും, ജൂലിയസ് സീസർ ഉണ്ടാവും, അങ്ങനെ പല പുസ്തകങ്ങളും മാറി മാറി വരും. ലേഡി മാക്ബത്ത് എന്ന് പറയുന്ന ഈ കഥാപാത്രം ഒരുപാട് അധികാരം നേടാൻ വേണ്ടി ഡങ്കൻ എന്ന് പറയുന്ന രാജാവിനെ മാറ്റിക്കൊണ്ട് മാക്ബത്തിനെ ഇംഗ്ലണ്ടിലെ രാജാവാക്കാൻ വേണ്ടി ഏത് ദുഷ്ടകൃത്യങ്ങൾക്കും തയ്യാറായ ദുരന്ത കഥാപാത്രമാണ് ലേഡി മാക്ബത്ത്. ആ ലേഡി മാക്ബത്ത് അത്തരം ദുരന്തങ്ങളെല്ലാം നിർവഹിച്ച ശേഷം അവസാനം പശ്ചാത്തപിക്കുന്നുണ്ട്. ആ പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്, അറേബ്യയിലെ സുഗന്ധലേപനങ്ങളുടെ ഒരു വലിയ നദിയുണ്ട്, ഈ കൈകൾ കഴുകിയാൽ പോലും എനിക്ക് ഈ ദുരന്തങ്ങളുടെ പാവക്കറ മാഞ്ഞു പോകില്ല എന്ന് വിലപിക്കുന്ന ലേഡി മാക്ബത്ത് ലോകനാടകവേദിയിലെ തന്നെ ഏറ്റവും വലിയ ദുരന്ത കഥാപാത്രങ്ങൾ ഒന്നാണ്. പുസ്തക വിതരണ രംഗത്ത് 50 വർഷം പിന്നിട്ട തലശ്ശേരി ഓപ്പൺ ബുക്സ് ഉടമ രാജേന്ദ്രനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം കരുണാകരൻ മാസ്റ്റർ ഷാൾ അണിയിച്ചു. ചടങ്ങിൽ ആസാദ് ലൈബ്രറി വൈസ് ചെയർമാൻ പവിത്രൻ മുഗേരി അധ്യക്ഷത വഹിച്ചു. കൺവീനർ അഡ്വക്കേറ്റ് V. പ്രദീപൻ, വാർഡ് കൗൺസിലർ ഷഹനാസ് മൻസൂർ, U. ബ്രിജേഷ് എന്നിവർ സംസാരിച്ചു. തലശ്ശേരി താലൂക്കിലെ വായനാ ചലഞ്ച് ആരംഭിച്ച മുഴുവൻ വായനശാലകളിലും താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം പുസ്തക ദിനത്തിൽ കുട്ടികളുടെ ഒത്തുചേരലും ഷേക്സ്പിയർ കൃതികളെ പരിചയപ്പെടുത്തുന്ന പുസ്തകാവതരണവും സംഘടിപ്പിച്ചു. CPM ചമ്പാട് UP നഗർ ബ്രാഞ്ച് ഓഫീസിന് നിർമ്മിച്ച UP ദാമു സ്മാരക മന്ദിരം വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 മണിക്ക് ചമ്പാട് കേന്ദ്രീകരിച്ച് റെഡ് വാളണ്ടിയർ മാർച്ചോടുകൂടിയുള്ള ബഹുജന പ്രകടനവും ഉണ്ടാകും. ചമ്പാട് ലോക്കൽ സെക്രട്ടറി K. ജയരാജൻ അധ്യക്ഷത വഹിക്കും. മുതിർന്ന പാർട്ടി അംഗം K. ബാലൻ പതാക ഉയർത്തും. കോടിയേരി സ്മാരക ഹാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. സുരേന്ദ്രനും PP. കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാൾ പാനൂർ ഏരിയ സെക്രട്ടറി K. കുഞ്ഞബ്ദുള്ളയും ഉദ്ഘാടനം ചെയ്യും.
രക്തസാക്ഷി ഫോട്ടോ അനാച്ഛാദനം കെ പവിത്രനും CK അശോകൻ, T ദാസൻ എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനം E വിജയൻ മാസ്റ്ററും നിർവഹിക്കും. അക്രമത്തിനിരയായി പരിക്കുപറ്റിയ പാർട്ടി പ്രവർത്തകരെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ ആദരിക്കും. വൈകിട്ട് 5-ന് ചമ്പാട് കേന്ദ്രീകരിച്ച് റെഡ് വളണ്ടിയർ മാർച്ചോടെയുള്ള ബഹുജന പ്രകടനവും ഉണ്ടാകും. അഴീക്കോട് പാലോട്ടുകാവ് വിഷു മഹോത്സവം സമാപിച്ചു. നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഏപ്രിൽ 14 മുതൽ മെയ് 22 വരെ നീണ്ടുനിന്ന മഹോത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി നാടിന്റെ നാനാഭാഗത്തുനിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിലായി വിഷുക്കണി, നൃത്തങ്ങൾ, ഗാനമേള, കളരിപ്പയറ്റ്, അന്നദാനം തുടങ്ങിയവ നടന്നു. ഉത്സവ സമാപന ദിവസം 4000-ഓളം പേർ പങ്കെടുത്ത മഹോത്സവ സദ്യയും നടന്നതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷം വളരെ ഗംഭീരമായിരുന്നു ഉത്സവമൊക്കെ. പിന്നെ ഇതിൽ പ്രധാന നമുക്ക് ഈ പാലോട്ടുകാവിലിപ്പോൾ അന്നദാനത്തിനാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ. അപ്പോൾ ഓരോ ദിവസവും നടക്കുന്ന അന്നദാനങ്ങളിൽ 1500-ന് മുകളിൽ ആൾക്കാർ പങ്കെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ മഹോത്സവ സദ്യ അത് ഇന്ന് നമ്മൾ പ്രത്യേകപരമായിട്ട് ഒരു 17 തരം വിഭവങ്ങൾ നമ്മൾ ഇന്ന് ഒരുക്കിയത് ഈ സദ്യക്ക്. ഇന്നത്തെ സദ്യയിൽ ചുരുങ്ങിയത് ഒരു 3500 മുകളിൽ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടാകും. അപ്പോൾ ചടങ്ങുകളൊക്കെ ഇങ്ങനെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പാണ്ടിമണം നടക്കുന്നു. ഇനി അടുത്തത് ഉത്സവത്തിന് ശേഷം തേങ്ങയാണ്. അപ്പോൾ അതുപോലെ ഈ വർഷത്തെ നമ്മുടെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന നമ്മുടെ കലാപരിപാടികളിൽ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തത് നമ്മുടെ പ്രാദേശിക തലത്തിലുള്ള കുട്ടികൾക്ക് കൂടുതൽ അവസരം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പിന്നെ കൂടുതൽ ഡാൻസ് പ്രോഗ്രാമുകളും അതുപോലെ സംഗീത വിരുന്നും ഇതൊക്കെയാണ് നമ്മൾ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പാനൂർ ജുമാഅത്ത് പള്ളി മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TS ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ അനുസ്മരണവും ദുവാ മജ്ലിസും ഹാജിമാർക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചു. സഹ്വാൻ തങ്ങൾ ഏഴിമല ഉദ്ഘാടനം ചെയ്തു. അനന്തരാവസ്ഥയാണ്. അള്ളാഹു തആല ഏതായാലും മഹാനവരെ സ്നേഹിക്കാനും ശ്രദ്ധിക്കാനും അള്ളാഹു തോന്നിക്കുകയാണ്. അജാതികളോട് എന്തിനാ ഈ അജാതികളുടെ യാത്ര യഥാർത്ഥത്തിൽ സാധാരണ നമ്മൾ കഴിക്കാറല്ലേ? ശരിക്കും ഹജ്ജിന് പോകാൻ അങ്ങോട്ടാക്കിയത് എന്ന് മാത്രമല്ല പൈസ കൊടുക്കണം. ഹജ്ജിന് പോകാൻ ചില ആചാരങ്ങളിൽ പെട്ടതാണ്. എന്നാൽ എന്താ സംഭവം? എന്താ ഇതിന്റെ അടിസ്ഥാനം? ആരാ പറയുന്നത്? ആരോടാ പറയുന്നത്? അബ്ദുല്ലാഹിനോട് എന്താ മോനെ പോകുന്ന സ്ഥലം അങ്ങനത്തെ സ്ഥലമാണ്, എല്ലാം സ്വീകരിക്കുന്ന സ്ഥലമാണ്. എന്ന് മാത്രമല്ല പോകുന്നത് ആരായിട്ടാണ്? അതിഥികളായിട്ട്. നമ്മുടെ മറ്റൊരാൾ വന്നു വൃത്തിയായിട്ട് തത്വത്തിലെ അവസരക്കാരുടെ സുഹൃത്ത് വന്നു വിചാരിക്കാം, അതിനെയാണ് സ്വാഭാവികമായിട്ട് പോകുന്ന സമയത്ത് നല്ല മാങ്ങയല്ല ഇത് വെറുതെ വർത്താൻ നമ്മൾ കൂട്ട മാങ്ങ അല്ലേ? കൂട്ടില്ലേ? TK അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. മുസ്തഫ ഹുബൈ ആക്കോട് മുഖ്യ പ്രഭാഷണം നടത്തി. ഏറ്റവും കൂടുതൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നത് അജന്റെ അമലിൽ പെട്ടതൊക്കെ എല്ലാം ചെയ്യലോ പറയലും ചൊല്ലലും നടക്കുന്നില്ല. കോഴിക്കോട് ക്ലാസ് എടുത്ത പോലെ പ്രായമൊക്കെ ഉണ്ടായി. ഇന്നാലെ ഞാൻ തിരിഞ്ഞു വരുമ്പോഴൊരു സ്ഥലം എപ്പോഴും സമാധാനം നേരെ
നിങ്ങൾ പറഞ്ഞില്ലേ ശല്യമൊന്നും നിർബന്ധമില്ല. ഞാൻ എന്റെ ബുക്ക് എടുത്ത് നോക്കിയിട്ട് 3 പേജ് 4 പേജ് ബേജാറായി. ശല്യം നിർബന്ധമൊന്നുമില്ല, ഒക്കെ ചെയ്യല. അത് കൃത്യമായി പഠിച്ചു ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന അറിയുന്ന ഒരാളുടെ കൂടെ ചേർന്നാൽ ഇതിന്റെ ഏറ്റവും പ്രധാനം തലയിൽ കയമ്പ ആരുടെ പോലെ വാനൂരെ പള്ളിയും കയമ്പ അന്നാന്റെ ഭവനം. നമ്മൾ ഈ കാണുന്ന പള്ളികളൊക്കെയും ഒന്നാന്റെ ഭവനം. അപ്പൊ നമ്മുടെ നാട്ടിലെ പള്ളിയൊന്ന് പോയി ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പൈസ ഒക്കെ ചെലവാക്കി അമേരിക്ക യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇറാന്റെ റോഡ് വരുന്നുണ്ടോ. അഷ്റഫ് സക്കാഫി കടവത്തൂർ, മുഹമ്മദ് മിസ്ബാഹി ചൊക്ലെ, മുഹമ്മദ് ഫൈസി ഇർഫാനി, ടി പി മുസ്തഫ, നാസർ ഫൈസി എന്നിവർ സംസാരിച്ചു. ദുആ സദസ്സിന് സയ്യിദ് ഹുസൈൻ ബ അബൂബ് നേതൃത്വം നൽകി. ഒ.പി. റഫീഖ് സ്വാഗതവും ടി റഷീദ് നന്ദിയും പറഞ്ഞു. കിഴക്കേ ചമ്പാട് ഹൃഷിക്കര വാലാൽ ശ്രീ ശാക്തേയ ദേവീക്ഷേത്രം പ്രതിഷ്ഠാവാർഷികം 2 ദിവസങ്ങളിലായി നടന്നു. നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ക്ഷേത്രം തന്ത്രി മിഥുൻ ഗുരുക്കളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. 22-ന് വൈകിട്ട് ദീപാരാധന, ശ്രീ ലളിത സഹസ്രനാമാർച്ചന, തിരുവാതിര, പ്രാദേശിക കലാകാരികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ നടന്നു. 23-ന് രാവിലെ 8 മണിക്ക് ഗണപതി ഹോമം, 9 മണിക്ക് ഭഗവതി സേവ, 11 മണിക്ക് കവിത ഹരീന്ദ്രൻ പള്ളൂരിന്റെ മുഖ്യ പ്രഭാഷണവും നടന്നു. നമുക്കൊരു ക്ഷേത്ര വിശ്വാസികൾ എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ മാത്രമേ നമുക്ക് പറ്റിയിട്ടുള്ളൂ. നമ്മളൊക്കെ ക്ഷേത്ര വിശ്വാസികൾ മാത്രമാണ്. ഭക്തി എന്നുള്ള ആ ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും ഇനിയും സാധിച്ചിട്ടില്ല എന്നാണ് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഭക്തർക്ക് ഭഗവാനും ഈ ഭക്തനും തമ്മിൽ ഒരു ബന്ധം ഉണ്ട്. അത് അവർ തമ്മിൽ ആ ബന്ധം എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപോലെയാണ്. അവരെ 2 തട്ടിൽ കാണുന്നില്ല. ഭഗവാനും ഭക്തനും ഒരേ തലത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ് ഭക്തർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ തരത്തിൽ നോക്കിയാൽ നമ്മളൊക്കെ ക്ഷേത്ര വിശ്വാസികൾ മാത്രമാണ്. കാരണം ഒരു പ്രസാദം നമ്മുടെ കയ്യിൽ നിന്ന് വീണുപോയാലോ അല്ലെങ്കിൽ ഒന്ന് ബലിക്കല്ലിൽ നമ്മുടെ കാലൊന്ന് തട്ടിപ്പോയാലോ അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്തെങ്കിലും ദോഷം വരുമോ എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പം നമ്മളൊരു യഥാർത്ഥ ഭക്തരാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ല. അപ്പം നമുക്ക് ശബരിയുടെ കഥ അറിയാം. രാമായണത്തിലെ ശബരിയുടെ കഥ അറിയാത്തവർ ഹിന്ദുമത വിശ്വാസികളായിട്ട് ജീവിക്കുന്നവരാരും തന്നെയില്ല. ശബരി താൻ കടിച്ചു നോക്കിയ ഒരു പഴാണ് ഭഗവാന് ഇതിനു വേണ്ടി ആഹാരത്തിനായിട്ട് കൊടുക്കുന്നത്, വിശപ്പടക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അവിടെ ശബരി തൻ്റെ ഉച്ഛിഷ്ടമാണ് താൻ ഭഗവാന് കൊടുക്കുന്നത് എന്നുള്ള ഒരു ചിന്ത പോലും ശബരിയുടെ മുമ്പിൽ വരുന്നില്ല. അപ്പൊ അവിടെ ശബരിയും ഭഗവാനും ഒന്നായി തന്നെ ചേരുകയാണ്. ഇതുപോലെ ഒരു കഥ നിങ്ങൾക്ക് മഹാഭാരതത്തിലും കാണാൻ പറ്റും. പക്ഷേ ശബരിയുടെ കഥ പോലെ അത്ര പ്രസിദ്ധമായിട്ടില്ല. ഭഗവാൻ ജനാർദ്ദനൻ ബാല, സജീവ് കുമാർ ബാലുശ്ശേരി എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടു നടന്നു. വൈകിട്ട് 7 മണിക്ക് ശാക്ത്യ പൂജയോടുകൂടി ചടങ്ങുകൾ സമാപിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ.
വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. പാനൂരിനടുത്ത് തെക്കേ ചെണ്ടയാട് നീളാമംഗലപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഭക്തസഹസ്രങ്ങളെ സാക്ഷിയാക്കി നടന്നു. 11 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജാ ചടങ്ങുകളോടെയാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയത്. അന്നദാനത്തിലും ആയിരങ്ങൾ പങ്കാളികളായി. അത്യന്തം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് തെക്കേ ചെണ്ടയാട് നീളാമംഗലപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നത്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമെത്തിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കാളികളായത്. പേരൂർ ദാമോദര നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ക്ഷേത്രം ഊരാളനും തന്ത്രിയുമായ കുന്നംകുളം വെണ്ടിലറ്റിയിലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട്, കാണിപ്പയൂർ കുട്ടൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി കോയിമടമില്ലം ദിനേശൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. PR രാമകൃഷ്ണൻ നമ്പ്യാർ, ഷെറിൻ കുറ്റേരി, PS മോഹനൻ, കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ വിശിഷ്ടാതിഥികളായി. KP മോഹനൻ MLA ഉൾപ്പെടെയുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷേത്രാങ്കണത്തിൽ എത്തിയിരുന്നു. हेमाभं पीतवस्त्रां करकलितसन्धेमपद्मां वराङ्गीं
പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന ഒട്ടനവധി പരിപാടികളാണ് 16 മുതൽ 26 വരെയായി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് ആധ്യാത്മിക സദസ്സും അതിരാവിലെ മുതൽ പ്രത്യേക പൂജാ ചടങ്ങുകളും പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. 8 ദിവസം നീണ്ടുനിന്ന പ്രതിഷ്ഠാകർമ്മങ്ങൾ ഇന്ന് കഴിഞ്ഞെങ്കിലും ആഘോഷ പരിപാടികൾ 26 വരെയുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 7 കണ്ണൂർ സാന്ദ്രാനന്ദം ഗ്രൂപ്പിന്റെ നാരായണീയം സമർപ്പണം, വൈകിട്ട് 6 ആധ്യാത്മിക സദസ് എന്നിവ നടക്കും. അനിൽ തിരുവങ്ങാട് മുഖ്യ പ്രഭാഷണം നടത്തും. 8 പ്രജിൻകുമാർ ചന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജനുവെടുത്തി വൈബ് കലാപരിപാടികൾ അരങ്ങേറും. തുടർന്ന് കണ്ണൂർ കൈലാസ ക്ഷേത്രം അവതരിപ്പിക്കുന്ന നാടകം ഭാഗവത സപ്താഹം അരങ്ങേറും. 25 നടക്കുന്ന ആധ്യാത്മിക സദസ്സിൽ ക്ഷേത്രരക്ഷാധികാരി കുളങ്ങരത്ത് ഭാസ്കര മാസ്റ്റർ പ്രഭാഷണം നടത്തും. രാത്രി 8 പാനൂർ അഞ്ജലി കലാക്ഷേത്രയുടെ കലാപരിപാടികൾ അരങ്ങേറും. 26 പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുടെ സമാപനം. 4 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ക്ഷേത്രം പുനരുദ്ധരിച്ച് പ്രൗഢമാക്കിയിരിക്കുകയാണ് ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വം. ഒയിസ്ക ഇന്റർനാഷണൽ കണ്ണൂർ ജില്ലാ ചാപ്റ്ററിന്റെയും ഷാസ് മാർഷൽ അക്കാദമിയുടെയും നേതൃത്വത്തിൽ അന്തർദേശീയ ഭൗമ ദിനം കൊണ്ടാടി. വൃക്ഷത്തൈ വിതരണം ഉൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളും നടന്നു. ഒയിസ്ക സെക്രട്ടറി ജനറൽ അരവിന്ദ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളിന്ന് ഭൗമദിനത്തോടനുബന്ധിച്ച് വളരെ നേരത്തെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടതാണ്. കൊയിലാണ്ടി, വടകര, മട്ടന്നൂർ അങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തി. ഇനി ഞങ്ങൾക്ക് 2 പരിപാടി ഇരിട്ടിയിൽ പങ്കെടുക്കാനുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങളെയൊക്കെ കാണാനും സന്തോഷം പങ്കിടാനും വേണ്ടി മാത്രമാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് നല്ലൊരു ഭൗമദിനം നേർന്നുകൊണ്ട് ജില്ലാ സെക്രട്ടറി കക്കോത്ത് പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ഡോക്ടർ ഖലീൽ ചൊവ്വ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രൊഫസർ ഫിലിപ്പ് ആന്റണി മുഖ്യാതിഥിയായി. വി പി ശശിധരൻ, സി ബാബുരാജ്, അഡ്വക്കേറ്റ് ധനഞ്ജയൻ, ധനേത്ര ബാബു, സുദേശ് കുമാർ, സി കെ മനോജ്, ടി ചന്ദ്രൻ, കെ സി മോഹനൻ, ഗംഗാധരൻ മാസ്റ്റർ, സെൻസായി സക്കീർ, ഗിരിജ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പരിപാടിയോടനുബന്ധിച്ച് കരാത്തെ പ്രദർശനം, പറവകൾക്ക് മുളന്തണ്ടിൽ ദാഹജലമൊരുക്കലും മുളന്തണ്ടിന്റെയും റംബൂട്ടാൻ തൈകളുടെയും സൗജന്യ വിതരണം, പച്ചക്കറിത്തോട്ട നിർമ്മാണം, ക്വിസ് മത്സരം, കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. കരാത്തെ വിദ്യാർത്ഥികൾക്കുള്ള മെഡലുകളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും വിതരണവും വിജയികൾക്കുള്ള സമ്മാന വിതരണവും ജില്ലാ പ്രസിഡന്റ് വിനോദ് ചന്ദ്രൻ നിർവഹിച്ചു. ചടങ്ങിൽ 2026-27 വർഷത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മമ്പറം ചാപ്റ്റർ ഭാരവാഹികളെ സെക്രട്ടറി ജനറൽ ആദരിച്ചു. തലശ്ശേരി മുനിസിപ്പൽ ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഈ വർഷത്തെ ഹജ്ജിന് പോകുന്നവർക്ക് യാത്രയയപ്പ് നൽകി. നിരവധി ഹജ്ജാജിമാർ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സി കെ പി മമ്മു അധ്യക്ഷത വഹിച്ചു. അസീസ് മഹ്ലരി പ്രഭാഷണം നടത്തി. ഡോക്ടർ തസ്നീം ഹാജിമാർക്കുള്ള ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ നൽകി. ഡോക്ടർ നദീം ആബൂട്ടി, ഹജ്ജ് ട്രെയിനർ നിസാർ പടിപ്പുരക്കൽ, റഫീഖ് ചിറായി, എൻ മഹമ്മൂദ്, ഷാനിദ് മേക്കുന്ന് എന്നിവർ സംസാരിച്ചു. ഹാജിമാർക്കുള്ള ലീഗ് കമ്മിറ്റിയുടെ ഉപഹാരം അഡ്വക്കേറ്റ് കെ ലത്തീഫും തലശ്ശേരി മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് റാഷിദ ടീച്ചറും നൽകി. അൻവർ ചരുവക്കര സ്വാഗതവും മുനവർ അഹമ്മദ് നന്ദിയും പറഞ്ഞു. 6 കേരള ബറ്റാലിയൻ NCCയുടെ ഈ വർഷത്തെ വാർഷിക പരിശീലന ക്യാമ്പ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. നിരവധി വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ക്യാമ്പിൽ വിവിധ NCC വിഷയങ്ങളിൽ ക്ലാസുകളും ട്രെയിനിങ്ങും നടന്നു. ഫയറിംഗ്, മാപ്പ് റീഡിംഗ്, ടെന്റ് പിച്ചിംഗ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫസ്റ്റ് എയ്ഡ് ഡ്രിൽ, ആയുധ പരിശീലനം എന്നിവയ്ക്ക് പുറമെ ഇത്തവണ ആദ്യമായി സിലബസിൽ ഉൾപ്പെടുത്തിയ ഡ്രോൺ പരിശീലനവും നടക്കും. ക്യാമ്പിൽ 15 സ്ഥാപനങ്ങളിലെ 500ഓളം കേഡറ്റുകൾ, NCC ഓഫീസർമാർ, ഇൻസ്ട്രക്ടർമാർ, സിവിലിയൻ സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു. ക്യാമ്പ് ഏപ്രിൽ 30 സമാപിക്കും. രാവിലെ 9 മണിക്ക് കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ വികാസ് ജെയിൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് ഡെപ്യൂട്ടി കമാൻഡന്റ് കേണൽ സഞ്ജീവ് പിള്ളൈ, ക്യാമ്പ് അഡ്ജുറ്റന്റ് ലഫ്റ്റനന്റ് സുസൂക്കി എ, സുബേദാർ മേജർ സി കെ സുആൻ ടോൺസിംഗ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു. ലോക പുസ്തക ദിനത്തിൽ വായനാ ചലഞ്ചിൽ പങ്കെടുത്ത കുട്ടികളുടെ ആദ്യ ഒത്തുചേരലും
ഷേക്സ്പിയർ പുസ്തക പരിചയവും പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയിൽ നടന്നു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ മലയാള അധ്യാപിക കാഞ്ചന ഷേക്സ്പിയറിന്റെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി സംസാരിച്ചു. ഒരിക്കലും പുസ്തകം അതൊരു ലഹരി ആക്കിയിട്ട് കൊണ്ടുപോകണം. ഏതെങ്കിലും ഒരു ദിനത്തിന് മാത്രം, വായനാ ദിനത്തിനോ വായനാ വാരത്തിനോ വായനാ മാസത്തിലോ ഒക്കെ ആയിട്ട് മാത്രം ഒതുക്കി തീർക്കാനുള്ളതല്ല. ഒരു പ്രാവശ്യം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു പുഴ ഒഴുകുന്ന പോലെ ഒഴുകിപ്പോകും. ഭയങ്കര സന്തോഷമായിരിക്കും. എത്ര വിഷമമുള്ള സമയത്തും നമ്മളൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ വിഷമങ്ങളൊക്കെ മാറും. വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടായാൽ, സ്കൂളില് പ്രശ്നങ്ങൾ ഉണ്ടായാൽ, കൂട്ടുകാർ നമ്മളോട് മിണ്ടിയിട്ടില്ലെങ്കിലൊക്കെ നമ്മളൊരു പുസ്തകമൊക്കെ വായിച്ച് എവിടെയെങ്കിലും പോയിരുന്നോ ബാക്കിയൊക്കെ മറന്നോ നമ്മൾ ആ പുസ്തകത്തിന്റെ ലോകത്തിലേക്ക് പോകും. മനസ്സിലായോ? വായനശാല ഭാരവാഹികളായ കെ പി രാമകൃഷ്ണൻ മാസ്റ്റർ, കെ കെ സനിൽകുമാർ, കെ ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റാരോപിതരായ അധ്യാപക ഡോക്ടർമാരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി 25-ന്. കേസ് പരിഗണിക്കുന്നത് അഡീഷണൽ ജില്ലാ കോടതി. കണ്ണൂരിൽ സൂര്യാഘാതമേറ്റ് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് കണ്ണൂർ പള്ളിപ്പൊയിൽ സ്വദേശി MV സനൽകുമാർ. മൊകേരി പാത്തിപ്പാലം പുഴയിൽ 2 പരുന്തുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി. വിദഗ്ധ പരിശോധന ആവശ്യപ്പെട്ട് നാട്ടുകാർ. കടവത്തൂർ ടൗണിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന CPM നിയന്ത്രണത്തിലുള്ള ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് UDF പ്രക്ഷോഭത്തിലേക്ക്. UDF കടവത്തൂർ മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ PWD ഓഫീസിന് മുന്നിൽ ധർണ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.